നമസ്കാരം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അറിയിപ്പ് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. 3000 രൂപ പെൻഷൻ, അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ തുക 3000 രൂപയാക്കി ഉയർത്തുമെന്ന സർക്കാർ പ്രഖ്യാപനം വീണ്ടും ചർച്ചയായിട്ടുണ്ട്. ഇത് നടപ്പിലാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ സർക്കാർ തലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരോഗമനം പൂർത്തിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ സെപ്റ്റംബർ മുതൽ അല്ലെങ്കിൽ ഒക്ടോബർ മുതൽ 3000 രൂപ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുന്നതാണ്. ഇനി ഗുണഭോക്താക്കളുടെ പരിശോധനയാണ്. അതായത് അർഹരായവർക്ക് മാത്രം പെൻഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പെൻഷൻ പട്ടികയിൽ സർക്കാർ കർശനമായ പരിശോധന നടത്തുന്നുണ്ട്. അനർഹരെ ഒഴിവാക്കി കൂടുതൽ കാര്യക്ഷമമായി പെൻഷൻ വിതരണം ചെയ്യാനാണ് ഈ ഒരു നടപടി ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് പെൻഷൻ മസ്റ്ററിംഗ്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും 2026 സെപ്റ്റംബർ 30-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ ഒക്ടോബർ മുതൽ തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കുകയുള്ളൂ. കിടപ്പ് രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഹോം മസ്റ്ററിംഗ് സൗകര്യം ഇപ്പോൾ ലഭ്യമാണ്. ഇനി ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള വിതരണമാണ്. പെൻഷൻ വിതരണം പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനാൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ അത് ഉടൻ തന്നെ തുടങ്ങുകയും ആധാർ ലിങ്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇനി പ്രവാസി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനാണ്. അതായത് പ്രവാസി ക്ഷേമ ബോർഡ് അംഗങ്ങൾക്കുള്ള പെൻഷൻ വിതരണത്തിൽ ബാങ്ക് അവധിയിൽ കാരണം കാലതാമസം നേരിട്ടിരുന്നു. അവധിക്ക് ശേഷം ഇത് അക്കൗണ്ടുകളിൽ ലഭ്യമാക്കും. ഇനി രേഖകളും കേന്ദ്ര വിഹിതവും നോക്കിയാൽ വരുമാന സർട്ടിഫിക്കറ്റും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും നേരത്തെ സമർപ്പിച്ചിട്ടുള്ളവർ വീണ്ടും നൽകേണ്ടതില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ആധാർ ലിങ്ക് ചെയ്ത അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ നേരിട്ട് ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള എല്ലാവിധ അപ്ഡേഷനും നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.